ഈ കാലാവസ്ഥ അങ്ങേയറ്റം ദുഷ്കരമാണ്. ഏറ്റവും അധികം ബാധിക്കുന്നത് ആ മേഖലയിൽ തന്നെയാണ്. കാണാം. ഓരോ ദിവസം എന്ന വണ്ണവും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവഗണിക്കാൻ പറ്റാത്ത മറ്റൊരു വിഭാഗമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ, കെട്ടിട നിർമ്മാണ മേഖലയിലടക്കം ജോലി ചെയ്യുന്നവർ. കാക്കനാട് ഈ മേഖലയിൽ ഇപ്പോൾ ഈ തുതിയൂര് പറയുന്ന ഭാഗത്ത് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടിന്റെ ഏതാണ്ട് സൺഷെയ്ഡ് പൊക്കം ആയിരിക്കുന്നു അല്ലെ? വീട് സൺഷെയ്ഡ് പൊക്കമായി. സൺഷെയ്ഡ് പൊക്കമായിട്ടുണ്ട്. ഇപ്പൊ സഹിക്കാൻ പാടില്ലാത്ത അത്രയും ചൂടാണ്. ഒരു ദിവസം ഞങ്ങൾ 6 മണിക്കാരാണ് ഇവിടെ ഉള്ളത്. 20 ലിറ്ററിന്റെ ഒരു 4 ബോട്ടിൽ വെള്ളം തീർന്നിരിക്കും. ഇപ്പൊ ഒരു ബോട്ടിലിന് 60 രൂപ വെച്ച് നമ്മൾ 4 ബോട്ടിൽ ഉടമസ്ഥൻ കൊണ്ടുവന്ന് തരുന്നതാണ്, നമ്മളല്ല വാങ്ങിക്കുന്ന, ഉടമസ്ഥൻ കൊണ്ടുവന്ന് തരും. എന്തായാലും ഈ തവണത്തെ ചൂട് കഴിയുമ്പോൾ അടുത്ത തവണ എന്തായിരിക്കും എന്നുള്ള അൻകാലപ്പിലാണ് എല്ലാ വർഷവും. അടുത്ത വർഷം ഞങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ സംശയിച്ചാണ് ഈ വർഷം കഴിഞ്ഞു പോകുന്നത്. എല്ലാ വർഷവും ഇത് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ് ഈ വർഷം. അടുത്ത വർഷം എന്തായിരിക്കും എന്നുള്ള പേടിയിലാണ്. അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിന്റെ ഇടയിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്നലെ 2 പേർക്ക് തുമ്മലും പനിയായിട്ടാണ് പോയത്. പിന്നെ ഇപ്പൊ സർക്കാർ പറയുന്നുണ്ട് വെളുപ്പിന് 6 മണി തൊട്ട് 11 മണി വരെ 12 മണി വരെയൊക്കെ ഞങ്ങൾ വരാപ്പോഴാണ് ഇവിടെ വരുന്നത്. വലിയ വെയിൽ വരുമ്പോൾ നമ്മൊന്ന് മാറി നിൽക്കും, കുറച്ചേരം റെസ്റ്റ് എടുക്കും, വീണ്ടും നമ്മൾ ജോലി ചെയ്യും. ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചൂട് വല്ലാതെ ബാധിക്കുന്നുണ്ട്. ചൂട് ശരിക്കും ബാധിക്കുന്നുണ്ട്. കരിഞ്ഞു പോയാണ്. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് മറിയാണ് പായലോട്ട്. പിന്നെ 10 മണിക്ക്, രാത്രി 10 മണിക്ക് എനിക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റണില്ല. ഉച്ചക്ക് ഭക്ഷണം കൊണ്ടു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. കഴിക്കാൻ പറ്റാനില്ല. വെള്ളം കുടിച്ച് ചേട്ടാ ഒന്ന് നമസ്കാരം. എവിടെയാ സ്ഥലം? എന്റെ നാട് ആസാമാണ്. നന്നായി മലയാളമൊക്കെ പഠിച്ചു. മലയാളമൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പൊ 10 കൊല്ലത്തോളായി കേരളത്തിൽ വന്നിട്ട്. ചൂടിന്റെ കാര്യം ഒരു രക്ഷയില്ല. ഇപ്പൊ ഈ ഒരു വർഷം കഴിയുമ്പോ ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമുക്കിന്ന് പണിയാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മൾ രാവിലെ തുടങ്ങും, എന്നാലും ഭയങ്കര ചൂടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേർപ്പ ശരീരമൊക്കെ ഭയങ്കര ഇതാണ്, ഭയങ്കര കഷ്ടപ്പെട്ടാണ്. നമ്മ പാവപ്പെട്ട ആൾക്കാർ, നമുക്ക് വേറെ സമ്പത്തികൾ അത്ര ഒന്നും ഇല്ലാത്ത കാരണം ഇവിടെ പണിയെടുക്കാൻ വേണ്ടി വന്നതാ. ഭയങ്കര ചൂടാണ്, ഭയങ്കര കഷ്ടപ്പെടാണ്. हिंदी से बोल रहा मैं, हिंदी से बोल रहा हूँ. वही अब ज्यादा गर्मी है उधर, काम करने के लिए अब बहुत परेशान हो रहा है. अभी गर्मी ज्यादा है, वही है इतना बात है. ഇവിടുത്തെ സർക്കാർ വല്ല സഹായമൊക്കെ ചെയ്യണമെങ്കിൽ നല്ലതായിരുന്നു. ആ ചൂട് വലിയ രീതിയിൽ തന്നെ ഉയരുന്നു. അതിന്റെ ഒരു ആശങ്ക എല്ലാ മേഖലകളിലും തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.